ഹായ് നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റീഡിംഗ് നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് ഫീലിംഗ്സ് ആണ്. അപ്പോൾ ആ ഒരു വ്യക്തിയെ ഓർത്തുകൊണ്ട് ഈ ഒരു റീഡിംഗ് കാണുക. കൂടാതെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് വീഡിയോ ആണ്. നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് ഫീലിംഗ്സ് എന്നുള്ളത്. ആ ഒരു വ്യക്തിയെ മനസ്സിൽ ഓർത്തുകൊണ്ട് കാണുക. നമുക്ക് നോക്കാം കറണ്ട് ഫീലിംഗ്സ് ഓഫ് യുവർ പേഴ്സൺ. നമുക്ക് നോക്കാം. നൈറ്റ് ഓഫ് സോർട്സിന്റെ എനർജിയാണ് കിട്ടുന്നത്. ഈ ഒരു വ്യക്തി എവിടെയോ പോകുവാനായിട്ട് ഈ ഒരു സമയത്ത് ആലോചിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നിങ്ങളുമായിട്ട് ഇവർ നോ കോൺടാക്റ്റിൽ ആണെന്ന് കാണിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു വ്യക്തി വീണ്ടും നിങ്ങൾക്ക് അരികിലോട്ട് വരുമെന്നാണ് കാണിക്കുന്നത്. അതായത് ഇപ്പോൾ നിങ്ങൾ ഈ ഒരു വ്യക്തിയുമായിട്ട് നോ കോൺടാക്റ്റ് ആണെങ്കിൽ അത് താൽക്കാലികമാണെന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് ഇവർ നിങ്ങൾക്ക് അരികിലോട്ട് വരുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. അതിന് വലിയൊരു താമസമില്ല എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് നോക്കാം കറണ്ട് ഫീലിംഗ്സ് ഓഫ് യുവർ പേഴ്സൺ. നമുക്കിവിടെ വേൾഡ് ആണ് കിട്ടിയേക്കുന്നത്. അതായത് ഇത് പറയുന്നതെന്ന് വെച്ചാൽ ഒരു നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു കണക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു കാർമിക് കണക്ഷൻ ആയിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലോട്ട് വന്നത് നിങ്ങൾക്കൊരു പെയിൻ തരാനായിട്ട് ആണെന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ ആ ഒരു വ്യക്തി നിങ്ങൾക്ക് പെയിൻ തന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ ഇതൊരു കാർമിക് കണക്ഷൻ ആണ്. അതായത് നിങ്ങൾക്കൊപ്പം എന്നെന്നും നിൽക്കേണ്ട ഒരു ബന്ധമല്ല, പകരം ചില ലെസൺസ് അത് നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നതിന് ശേഷം നിങ്ങളിൽ നിന്ന് പോകേണ്ട ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ എനർജി വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ നോ കോണ്ടാക്റ്റിൽ ആണെങ്കിലും ഈ ഒരു വ്യക്തി വീണ്ടും നിങ്ങളുടെ ലൈഫിലോട്ട് തന്നെ തിരിച്ചു വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതിന് കാരണം ഇവിടെ നിങ്ങളുടെ ആ ഒരു ലെസൺ അത് കംപ്ലീറ്റ് ആയിട്ടില്ല എന്നാണ് കാണിക്കുന്നത്. അതായത് ആ ഒരു ലെസൺ കംപ്ലീറ്റ് ചെയ്യുവാനായിട്ട് ഇപ്പോൾ ഇവർ വീണ്ടും നിങ്ങൾക്ക് അരികിലോട്ട് തന്നെ വരുമെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ഇപ്പോഴേ ഓർക്കുക, ഈ ഒരു വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് അതൊരു കാർമിക് കണക്ഷൻ ആണ്. നമുക്ക് നോക്കാം കറണ്ട് ഫീലിംഗ്സ് ഓഫ് യുവർ പേഴ്സൺ. നമുക്ക് നോക്കാം കറണ്ട് ഫീലിംഗ്സ് ഓഫ് യുവർ പേഴ്സൺ. ടെൻ ഓഫ് പെന്റക്കിൾസിന് എനർജി കിട്ടുന്നുണ്ട്. അതായത് നിങ്ങൾ ഓർക്കുന്ന വ്യക്തി അവർക്ക് ഈ ഒരു സമയത്ത് അവരുടെ ഫാമിലിയിൽ എന്തൊക്കെയോ കാര്യങ്ങൾ നടക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതല്ലാന്ന് വെച്ചാൽ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളല്ലാതെ മറ്റൊരു വ്യക്തി ഉണ്ടായിരിക്കാം. അതായത് ഇവർക്ക് ഫാമിലി ഉണ്ടായിരിക്കാം. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് മറ്റുള്ളവർ അംഗീകരിക്കാത്ത രീതിയിലുള്ള ഒരു ബന്ധമായിരിക്കാം. അത്തരത്തിലുള്ള ഒരു എനർജി ഒക്കെ കാണിക്കുന്നുണ്ട്. എന്തായാലും ആ ഒരു വ്യക്തി ഈ ഒരു സമയത്ത് അവരുടെ ഫാമിലിക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു എനർജി നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. നമുക്ക് നോക്കാം കറണ്ട് ഫീലിംഗ്സ് ഓഫ് യുവർ പേഴ്സൺ. ഇത് നിങ്ങൾക്കുള്ള ഒരു നിങ്ങളുടെ ഒരു എനർജിയാണ് കാണിക്കുന്നത്. ഫോർ ഓഫ് സോർട്സ് ആണ് കിട്ടിയിരിക്കുന്നത്. അതായത് ഈ ഒരു സമയത്ത് നിങ്ങൾ വളരെയധികം ഈ ഒരു ബന്ധത്തിൽ ഈ ഒരു ബന്ധം നിലനിർത്തുവാനായിട്ട് ത്യാഗം സഹിച്ച ഒരു വ്യക്തിയൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് റെസ്റ്റ് ആവശ്യമുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അതായത് ഈ ഒരു സമയത്ത് നിങ്ങൾ ആ ഒരു വ്യക്തിയെക്കുറിച്ച് മാത്രം ചിന്തിച്ച് നിങ്ങളുടെ എല്ലാ എനർജിയും വേസ്റ്റ് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതായത് ഈ ഒരു സമയത്ത് നിങ്ങളുടെ ബോഡിക്കാണെങ്കിലും മനസ്സിനാണെങ്കിലും ഒരു വിശ്രമം ആവശ്യമുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് പ്രാർത്ഥനയുടെ ആവശ്യമുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. നല്ല രീതിയിലൊന്നും പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ മെഡിറ്റേഷനൊക്കെ ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. ഏസ് ഓഫ് വൺസിന്റെ എനർജി കിട്ടുന്നുണ്ട്. അതായത് കുറച്ചൊരു സമയം കൂടി കഴിയുമ്പോൾ ഇവർ വീണ്ടും നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുമെന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ജെനുവിൻ ആയിട്ടുള്ള ഒരു ലവ് അല്ല. ഇവിടെ വെറും ഒരു അട്രാക്ഷൻ ആണ് കാണിക്കുന്നത്. ആ ഒരു അട്രാക്ഷൻ ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് വരുമ്പോൾ വീണ്ടും അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുവാനായിട്ട് സാധ്യത വളരെ അധികമാണെന്നാണ് ഈ ഒരു കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത്. നമുക്ക് നോക്കാം കറണ്ട് ഫീലിംഗ്സ് ഓഫ് യുവർ പേഴ്സൺ. സെവൻ ഓഫ് സോർട്സിന്റെ എനർജി കിട്ടുന്നുണ്ട്. അതായത് ഇവിടെ ഒരു ചീറ്റിംഗ് കാണിക്കുന്നുണ്ട്. അതായത് ഈ ഒരു വ്യക്തി എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു എനർജി ഒക്കെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും മറച്ചു വെച്ച ഒരു എനർജി കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ചോദ്യം ചെയ്തതായിട്ട് കാണിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങൾ നിങ്ങൾ തമ്മിൽ ഉണ്ടായതായിട്ട് കാണിക്കുന്നുണ്ട്. അതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് ഈ ഒരു വ്യക്തി ഈ ഒരു അടുത്ത സമയത്തായിട്ട് നിങ്ങളിൽ നിന്നും അകന്നു പോയതായിട്ട് കാണിക്കുന്നത്. നമുക്ക്
നോക്കാം. കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. അതുപോലെ തന്നെ വീണ്ടും 6 ഓഫ് വാട്സിന്റെ എനർജി കിട്ടുന്നുണ്ട്. വീണ്ടും അവർ തിരിച്ച് നിങ്ങളിലേക്ക് തന്നെ വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ അവർ വന്നാലും അവർ വീണ്ടും തിരികെ പോകുന്ന ഒരു എനർജിയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. കാരണം ഇതൊരു കാർമിക് കണക്ഷൻ ആണ്, അതായത് നിങ്ങൾക്കൊപ്പം നിലനിൽക്കേണ്ട ഒരു ബന്ധമല്ല എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും ചില കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുവാനായിട്ട് ഇവർ വീണ്ടും വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതായത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, മുൻപ് ഈ ഒരു വ്യക്തിയിൽ നിന്നും പല വേദനിപ്പിക്കുന്ന അനുഭവങ്ങളും നിങ്ങൾക്ക് ഉണ്ടായതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നെങ്കിലും നിങ്ങൾ പഠിക്കുവാനായിട്ട് ശ്രമിക്കുക എന്നാണ് നമുക്കിവിടെ കിട്ടുന്നൊരു സന്ദേശം. പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്നും നിങ്ങൾ പഠിക്കാനായിട്ട് തയ്യാറല്ലാത്ത ഒരു എനർജിയിൽ ഇരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ വീണ്ടും നിങ്ങളുടെ ലൈഫിലോട്ട് വരും, വീണ്ടും നിങ്ങൾക്ക് ചില പാഠങ്ങളൊക്കെ തരുമെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കുറച്ച് ബൗണ്ടറി വെച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അതായത് പെയിൻ നിങ്ങൾക്ക് കിട്ടില്ല എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ തന്നെ ചിന്തിച്ചെടുക്കേണ്ട ഒരു തീരുമാനമാണ്. അതായത് ഇവർ വരുമ്പോൾ പഴയ രീതിയിൽ തന്നെ ആകണോ അതോ പുതിയൊരു വ്യക്തി ആകണോ എന്നുള്ളത് അതെല്ലാം നിങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാവുന്ന കാര്യങ്ങളാണെന്നാണ് നമുക്കിവിടെ കാർഡുകൾ പറഞ്ഞു തരുന്നത്. അപ്പോൾ അതൊക്കെയാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം. ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. താങ്ക് യു.